GDP വളർച്ച 8.2% എന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. ഈ കണക്ക് പുറത്തു വന്നത് എന്നാണ്? അവസാനവട്ട വോട്ടെടുപ്പ് നടന്ന ജൂൺ 1 തലേന്ന്. ഇത് 1% പെരുപ്പിച്ചെടുത്ത കണക്കാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ത്യയുടെ ഉൽപാദന കണക്കുകളെല്ലാം വട്ടം ചുറ്റിക്കുന്ന സമസ്യയാണെന്ന് ദ സ്റ്റേറ്റ്സ്മാൻ ദിനപത്രം എഴുതി. 2.5% പെരുപ്പിച്ചു കാണിക്കുന്നതാണ് ഇന്ത്യയുടെ ഉൽപാദന വളർച്ചാ കണക്കെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, 2014 മുതൽ 4 വർഷം നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യൻ. അപ്പോൾ എന്താണ് വസ്തുത? ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? തുടങ്ങുകയാണ് പ്രത്യേക വസ്തുത അന്വേഷണ പരിപാടി. സത്യം പറയട്ടെ. ആദ്യം അടിസ്ഥാന കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ മൊത്തം ആഭ്യന്തര ഉൽപാദനമാണ് GDP. രാജ്യത്തുണ്ടാക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി വില എന്ന് പറയാം. അത് വിശദീകരിക്കാൻ ചെറിയൊരു ഉദാഹരണം. ഇന്ത്യ തേങ്ങ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണെന്ന് കരുതുക. കഴിഞ്ഞ വർഷം ഉണ്ടായത് 100 തേങ്ങ, ഈ വർഷം 110. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉൽപാദനം 10% വളർന്നു എന്ന് പറയാം. ഇത് വേറൊരു രീതിയിലും സംഭവിക്കാം. കഴിഞ്ഞ വർഷം ഉണ്ടായ 100 തേങ്ങയ്ക്ക് 10 രൂപ വീതം ആകെ വില 1000 രൂപ. ഈ വർഷവും ഉണ്ടായത് 100 തേങ്ങ തന്നെ. അതേ തേങ്ങയ്ക്ക് വില 1100. ഒരു തേങ്ങയുടെ വിലയിൽ 1 രൂപ വീതം കൂടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോഴും നമ്മുടെ സാമ്പത്തിക സ്ഥിതി 10% വളർന്നു എന്ന് നമുക്ക് പറയാം. മൊത്തം തേങ്ങ കൂടാതെ തന്നെ വില കൂടുന്നതിലൂടെയും സമ്പദ് വ്യവസ്ഥയും വളരാം. ഇതുപോലെ കൂട്ടിയെഴുതിയ കണക്കുകൾ കൊണ്ട് പെരുപ്പിച്ചെടുത്തതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നാണ് ആരോപണം. നമുക്ക് പരിശോധിക്കാം എന്താണ് സത്യാവസ്ഥ എന്ന്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഈ വർഷത്തെ റിപ്പോർട്ടിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യയിലെ തൊഴിലില്ലാത്തവരിൽ 85% യുവാക്കളാണ്. എന്ന് പറഞ്ഞാൽ പണി കിട്ടാതെ അലയുന്നതിൽ ബഹുഭൂരിപക്ഷവും അതിന് കെൽപ്പുള്ളവരും അർഹതയുള്ളവരും ആണെന്നാണ്. രണ്ടാമത്തെ കാര്യം, 2000-ൽ 33.2% മാത്രമായിരുന്ന തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ 65.7% മാറിയിരിക്കുന്നു. ILO പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരുടെ എണ്ണം ഇരട്ടിയായി. വർഷം 8.2% വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് തൊഴിൽ രഹിതരുടെ എണ്ണം ഇത്രയും കൂടുന്നത്? ഉൽപാദനം വർദ്ധിച്ചാൽ തൊഴിലും കൂടുകയല്ലേ വേണ്ടത്? ആ സംശയത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക്. ലോകമെങ്ങും ആരാധിക്കുന്ന അർജന്റീനൻ എഴുത്തുകാരൻ ജോർജ് ലൂയി ബോഗസിന്റെ ദ ആലേഫ് എന്ന കഥാസമാഹാരത്തിൽ ഒരു വരിയുണ്ട്. ലോകത്തേക്കാൾ വലുതാണ് ഇന്ത്യ എന്നതാണ് അതിലെ ഒരു പരാമർശം. ലോകത്തുള്ള ഒരു രാജ്യം മാത്രമായ ഇന്ത്യ ലോകത്തേക്കാൾ വളർന്നു നിൽക്കുന്നതിലെ സറിയലിസവും സർക്കാസവും ഭാവനയുള്ള വായനക്കാരന് ആസ്വദിക്കാം. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നാലോ? രാജ്യാന്തര നാണ്യനിധി അഥവാ IMFന്റെ കണക്കുകൾ നമുക്ക് നോക്കാം. ലോകത്തെ 1ാം സമ്പദ് ശക്തി അമേരിക്ക, വളർച്ചാ നിരക്ക് 2.7%. രണ്ടാമതായി നിൽക്കുന്നത് ചൈന, വളർച്ച 4.6%. മൂന്നാമത് നിൽക്കുന്ന ജർമ്മനിയിൽ 0.2% മാത്രം. നാലാമതായി നിൽക്കുന്ന ജപ്പാനിൽ 0.9%. അഞ്ചാമത്തെ ഇന്ത്യയിൽ 6.8%. സർക്കാർ 8.2 എന്ന് പറയുന്ന അതേ കണക്ക് IMF എഴുതുന്നത് 6.8 എന്നാണ്. ഏതാണ്ട് 1.5% കുറവ്. അതിലും വലിയൊരു പ്രശ്നം വേറെയുണ്ട്. 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രിട്ടൻ വളരുന്നതും 0.2 മാത്രം. ലോകത്തെ സമ്പദ് ശക്തികളിൽ പലതും 1% പോലും വളർച്ച ഒപ്പിക്കാൻ പാടുപെടുന്നു. അമേരിക്കയ്ക്ക് പോലും 2.25% മാത്രം. അവിടെ ഇന്ത്യ എങ്ങനെയാണ് ഇങ്ങനെ വളരുന്നതെന്നാണ് ചോദ്യം. ലോകത്തോട് നമ്മൾ മറുപടി പറയുക തന്നെ വേണം.
ഇന്ത്യയുടെ കണക്കിൽ അനോമലി അഥവാ പൊരുത്തക്കേടുണ്ട് എന്ന് ലോകം ആരോപിക്കുന്നത് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. അതിലൊന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്തതുമാണ്. ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഒന്നാം പാദത്തിൽ ഇന്ത്യയുടെ നോമിനൽ GDP 8% എന്ന് പറയുന്നു. റിയൽ GDP 7.8% എന്നും. നോമിനൽ GDPയിൽ നിന്ന് വിലകയറ്റ തോത് കുറയ്ക്കുന്നതാണ് റിയൽ GDP. ഇന്ത്യക്ക് ഏപ്രിലിൽ 4.7%, മെയ്യിൽ 4.3%, ജൂണിൽ 4.9% എന്നിങ്ങനെയായിരുന്നു വിലക്കയറ്റം. നോമിനൽ GDPയിൽ നിന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നോക്കിയാൽ 4% വിലവർധന തോതുകൂടി കുറയ്ക്കും. അപ്പോൾ 4.2% വളർച്ച എന്ന് കണക്കാക്കാം. പക്ഷെ ശാസ്ത്രീയമായി അങ്ങനെ അല്ല ചെയ്യുന്നത്. ഈ വിലക്കയറ്റം ചില്ലറ വിൽപ്പനയുടേതാണ്. മൊത്ത വിൽപ്പനയിൽ വിലക്കയറ്റം 0 എന്നാണ് പറയുന്നത്. മൊത്ത വില കൂടാതെ ചില്ലറ വില എങ്ങനെ കൂടും? അതിനുള്ള ഉത്തരം ഇനിയും കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. 4% പെരുപ്പിച്ചതാണെന്ന് പറഞ്ഞില്ലെങ്കിലും ഈ കണക്ക് പുറത്തു വന്നതിന് പിന്നാലെ HSBCയുടെ റിസർച്ച് MD പ്രഞ്ചുൽ ഭട്ടാരി ഒരു കാര്യം പറഞ്ഞു. ഈ കണക്ക് 1% കുറച്ചെടുത്താൽ മതി എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. 7.8 എന്ന വളർച്ചാ നിരക്ക് അപ്പോൾ 6.8% ആകും. ഇനി അരവിന്ദ് സുബ്രഹ്മണ്യൻ പറഞ്ഞ കണക്കിലേക്ക് നമുക്ക് പോകാം. 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ വന്നതു മുതൽ 2018 വരെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അരവിന്ദ് സുബ്രഹ്മണ്യൻ. വളർച്ചാ നിരക്ക് പെരുപ്പിച്ചു കാണിക്കാൻ നടത്തിയത് സൂത്രപ്പണികളാണെന്ന് അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിലെ ജോലിയിലേക്ക് മടങ്ങിപ്പോയ അരവിന്ദ് സുബ്രഹ്മണ്യൻ പറഞ്ഞത്. രാജ്യത്തെ ഉൽപാദനം കൂടിയിട്ടില്ല, ഉപഭോഗവും കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല കുറയുകയുമാണ് ചെയ്തത്. ഇങ്ങനെ ഒരു കണക്ക് വരാൻ കാരണം ശരിക്കുള്ള വിലക്കയറ്റം പരിഗണിക്കാത്തത് എന്നും അരവിന്ദ് സുബ്രഹ്മണ്യൻ പറഞ്ഞു. നിലവിലെ കണക്കിൽ 2.5% കുറയ്ക്കണമെന്ന അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ സിദ്ധാന്തമെടുത്താൽ വളർച്ചാ നിരക്ക് 5.7 മാത്രമേ വരുള്ളൂ. രാജ്യം വളരുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ സന്തോഷിക്കേണ്ടതാണ്, കൈയടിക്കുകയും വേണം. പക്ഷേ വിലക്കയറ്റം കുത്തനെ ഉയരുമ്പോൾ, തൊഴിലില്ലായ്മ അതിലേറെ കൂടുമ്പോൾ, കയറ്റുമതി ആഴത്തിലേക്ക് താഴുമ്പോൾ, വ്യവസായ വളർച്ച കാണാൻ പോലും ഇല്ലാത്ത സ്ഥിതി വരുമ്പോൾ, കാർഷിക ഉൽപാദനത്തിൽ വളർച്ച ദൃശ്യമല്ലാത്തപ്പോൾ, അങ്ങനെ പലതും സംഭവിക്കുമ്പോൾ നമുക്ക് ചില അപ്രിയ സത്യങ്ങളും പറയേണ്ടി വരും. സത്യം എപ്പോഴും സന്തോഷിപ്പിക്കുന്നതാകണമെന്നില്ല. പ്രചരിക്കുന്ന മറ്റൊരു കഥയുടെ സത്യാവസ്ഥയുമായി സത്യം പറയട്ടെ വീണ്ടും എത്തും. നമസ്കാരം.